സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. സോ ദിസ് ഇസ് ദ ലാംഗ്വേജ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ആൻഡ് ദാറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ ദി പുഷ് ഡൗൺ ഓട്ടോമേറ്റർ. പ്രോപ്പർട്ടീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ക്ലോസ്ഡ് അണ്ടർ യൂണിയൻ, കൺകാറ്റനേഷൻ, ക്ലീൻ ക്ലോഷർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇൻ്റർസെക്ഷൻ ആൻഡ് കോംപ്ലിമെൻറ്റ്. സോ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. നമ്മൾ റെഗുലർ ലാംഗ്വേജസിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് എങ്ങനെയാണ് യൂണിയനിൽ ക്ലോസ്ഡ് ആവുന്നത്, കൺകാറ്റനേഷനിൽ ക്ലോസ്ഡ് ആവുന്നത്. സോ സെയിം തിങ് അപ്ലൈസ് ഹിയർ ഓൾസോ. അതുപോലെ തന്നെ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെറിവേഷൻസ് ആൻഡ് ലെഫ്റ്റ് മോസ്റ്റ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻസ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്താണ്. സോ സെയിം തിങ് ക്യാൻ ബി അപ്ലൈഡ് ഹിയർ, സെയിം തിങ് ക്യാൻ ബി യൂസ്ഡ് ഹിയർ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേഷൻ ട്രീ ഓർ പാസ് ട്രീ ആണ്. ബേസിക്കലി നമുക്കൊരു പ്രൊഡക്ഷൻ തന്നു. ആ ഒരു പ്രൊഡക്ഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു ഗിവൺ സ്ട്രിങ്ങിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ ഒരു പാഴ്സ് ട്രീ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ഹാവിങ് എ റൂട്ട് നോഡ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ട്രീ കൊടുത്തിട്ടുണ്ടെങ്കിൽ വി ആർ യൂഷ്വലി റീഡിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇതിൽ ലോവർ ലെവലിൽ കിടക്കുന്നത് എല്ലാം ടെർമിനൽസ് ആയിരിക്കും ആൻഡ് നോൺ ടെർമിനൽസ് മേക്കപ്പ് ദി ഇൻ്റർമീഡിയറ്റ് ലെവൽസ്. ഓക്കെ, ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്കിപ്പം ഒരു സെറ്റ് ഓഫ് എക്സ്പ്രഷൻസ് തന്നു ആൻഡ് ഐ ഹാവ് ടു ഡിറൈവ് എ സ്ട്രിങ്. അതെങ്ങനെയാണ് ഞാൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പം ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നിങ്ങളിതിൻ്റെ സിമ്പിൾസ് നോക്കണം, സ്റ്റാറും പ്ലസ്. സോ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രൊഡക്ഷൻസ് ഉണ്ടോ എന്ന് ആദ്യമേ നോക്കണം. സോ ദർ ഇസ് എ പ്ലസ്, ദർ ഇസ് എ സ്റ്റാർ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും വെച്ച് തുടങ്ങാം. അപ്പം നിങ്ങളിപ്പം പ്ലസ് വെച്ചാണ് തുടങ്ങുന്നതെന്നിരിക്കട്ടെ. അപ്പം ഇയിൽ നിന്നും gives e plus e. Why e on the top? Because it is the start symbol. Start symbol always makes the root of the tree. Okay, അപ്പം e plus e എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ ഇലാബറേറ്റ് ചെയ്യാം. e star e, then substitute it with a, b or c according to how you want it in our final expression. So drawing a parse tree is actually very easy, പക്ഷേ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വരയ്ക്കുവാണെന്നുണ്ടെങ്കിലാണ് it would be much more better. We have to draw a parse tree for this string a a b b a b b a for the given grammar. Okay, so as I've said, always begin with the start symbol. Start symbol ന്ന് എനിക്ക് വേണമെന്നുണ്ട് ഈ ഒരു പ്രൊഡക്ഷൻ എടുക്കാം, ഈ ഒരു പ്രൊഡക്ഷൻ എടുക്കാം. ഈ പ്രൊഡക്ഷൻ ആണോ ഈ പ്രൊഡക്ഷൻ ആണോ ഞാൻ എടുക്കുക? ഒബ്വിയസ്ലി ദിസ് വൺ. വൈ? ബിക്കോസ് മൈ സ്റ്റാർട്ടിങ്, ദ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് എ ആയതുകൊണ്ട് ഐ ആം റൈറ്റിംഗ് ഇറ്റ് ആസ്. ഓക്കെ, ഇനി എനിക്ക് ബീനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എ ഇവിടെ എനിക്ക് കിട്ടി. ഇനി അടുത്ത് എനിക്ക് കിട്ടാനായിട്ട് ബീനെയാണ് എനിക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഹൗ ക്യാൻ ഐ എക്സ്പാൻഡ്? ഏതാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഇതാണ് യൂസ് ചെയ്യാൻ പറ്റുക. ബിക്കോസ് എൻ്റെ അടുത്ത ആൽഫബറ്റ് എന്ന് പറയുന്നത് എ ആണ്. അപ്പം എനിക്ക് ഇവിടുന്ന് എ കിട്ടുന്നത് ഈ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. സോ ഐ എം ഗിവിങ് എ ബി ബി. എഗെയിൻ എനിക്ക് ബീനെ പിന്നെ എനിക്ക് എക്സ്പാൻഡ് ചെയ്യും. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഐ വോണ്ട് ടു അച്ചീവ്? ദാറ്റ് ഈസ് ബി. ഇപ്പോൾ സ്മോൾ ബി എനിക്കിത് വേണേണ്ട്, ഇത് വേണേണ്ട്. അപ്പം ഇതെടുത്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് നിന്നു പോവും. മനസ്സിലായോ? അപ്പോൾ എനിക്കിത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ യൂസ് ഐദർ സ്മോൾ ബി ഓർ ബിഗ് ബി. സോ ഈ ഒരു സംഭവം ഐ ആം ടേക്കിംഗ്. പിന്നെ ഒരു കാര്യം, ട്രീ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് ട്രാക്ക് ഒക്കെ ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ചിലപ്പം എഴുതിയത് ശരിയായിരിക്കില്ല, മായ്ച്ച് വിടേണ്ടിക്ക് വരും. അതൊന്നും സാരമില്ല, അതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഈ ബീനെ, അപ്പം എനിക്ക് ഈ ഒരു ബീനെ അറ്റൈൻ ചെയ്തു. ഇനി അടുത്ത് ഈ ബി വെച്ചിട്ട് എനിക്ക് അടുത്ത ബീനെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് നോക്കേണ്ടി വരും. ബിക്കോസ് ഇപ്പം ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു നോൺ ടെർമിനലാണ് വരുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഇതിലോട്ട് പോകരുത്. അപ്പോൾ നമുക്ക് എ എ ബി കിട്ടി. അടുത്ത ബി കിട്ടാനായിട്ട് വാട്ട് ക്യാൻ വി ഡു? വി ക്യാൻ യൂസ് ദിസ് പ്രൊഡക്ഷൻ ബി എ, റൈറ്റ്? ബി എ. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ നമുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് വാട്ട് വി ആർ ഡൂയിങ് ഇസ്, അപ്പോൾ ഈ ഒരു ബിയും കിട്ടി. നമുക്കിനി അടുത്ത വേണ്ടത് എ ആണ്. എയുടെ പ്രൊഡക്ഷൻ നമ്മൾ എ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്കപ്പം എത്ര കിട്ടി? ഇതുവരെ കിട്ടി. നമുക്കിത് കിട്ടിയില്ല, ഇതടുത്ത് നമുക്ക് നോക്കണം. സോ ഈ ബീനെ നമുക്ക് എലാബറേറ്റ് ചെയ്യാം. ബി എസ്, ഈ ഒരു ബി നമുക്ക് കിട്ടി. അടുത്ത ബി എസിൽ നിന്ന് നമുക്ക് കിട്ടും ബി
ഈ ഒരു ബിയും കിട്ടി. നെക്സ്റ്റ് ഉള്ളി 1A, ഈ എനെ നമുക്ക് എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളൊരു പാഴ്സ് ട്രീ വരയ്ക്കേണ്ടത്. ഐ നോ നമുക്ക് ഒറ്റ ട്രൈയിൽ കിട്ടത്തില്ല. വിൽ ഹാവ് ടു ഡു ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. Let us look into the next question. Derive the string AAABB from the given grammar, both rightmost and leftmost manner. Leftmost manner ഇവിടെ എഴുതാം നമുക്ക്, rightmost manner നമുക്ക് ഇവിടെ എഴുതാം. ലെഫ്റ്റ് മോസ്റ്റ് മാനർ എന്ന് പറയുമ്പോഴത്തേനും ലെഫ്റ്റിലുള്ള നോൺ ടെർമിനലിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനാണ് ലെഫ്റ്റ് മോസ്റ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ് us do the first one. നമുക്ക് വേണ്ടത് AAABB. സ്റ്റാർട്ട് വിത്ത് സ്റ്റാർട്ട് സിമ്പിൾ. ഇതിൽ എ കിട്ടാനായിട്ട് നമുക്ക് ഏത് പ്രൊഡക്ഷനെ യൂസ് ചെയ്യാൻ പറ്റുക? ഈ പ്രൊഡക്ഷനായിരിക്കും യൂസ് ചെയ്യുക. കാരണം ഇവിടെയാണ് എ ഉള്ളത്. ബിക്കോസ് ഇത് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് മോസ്റ്റിൻ്റെ ആയിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഈ ഒരു എനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇഗൈൻ എ ചെയ്യാം. ഈ ഒരു എനെ ഇഗൈൻ എനിക്ക് എ ചെയ്യാം. എന്നിട്ട് ഈ ഒരു എനെ എനിക്ക് എ ആക്കി എഴുതാം. അപ്പം എൻ്റെ 3 കഴിഞ്ഞു. അടുത്തത് ബി ആണ്. ബി ആക്കി എഴുതാം. ആൻഡ് ബി. ആദ്യം ഞാൻ എന്താണ് ചെയ്തത്? എൻ്റെ സ്റ്റാർട്ട് സിമ്പിളിൽ ഞാൻ എയും ബി ആക്കി എഴുതി. ലെഫ്റ്റ് മോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ ആദ്യമേ എക്സ്പാൻഡ് ചെയ്തു. ദെൻ ദ ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ വീണ്ടും എഴുതി, എക്സ്പാൻഡ് ചെയ്തു. ലെഫ്റ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. നൗ ഐ എം ഗോയിങ് ബാക്ക്. അടുത്തത് പിന്നെ സോൾവ് ചെയ്യാതെ കിടപ്പുള്ളത് ഇതാണ്. ആൻഡ് ഐ എം എക്സ്പാൻഡിങ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് അപ്പ് എ ബി. ഇനി റൈറ്റ് മോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എഗെയിൻ ഐ എം ബിഗിനിങ് വിത്ത് ദ സ്റ്റാർട്ട് സിമ്പിൾ എ ആൻഡ് ബി. ഈ ഒരു കേസിൽ ഐ ഹാവ് ടു ബിഗിൻ ഫ്രം മൈ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ. സോ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് അഗെയിൻ ബി റൈറ്റ്. അപ്പം എന്നിട്ട് ഈ ഒരു നോൺ ടെർമിനലായിരിക്കും ഞാൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഞാൻ നോക്കുമ്പം എഗെയിൻ ഐ എം ഹാവിങ് എ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എ റൈറ്റ് മോസ്റ്റ് നോൺ ടെർമിനൽ എ. സോ സ്റ്റിൽ വി ഗോട്ട് ദ സെയിം സ്ട്രിങ് ബട്ട് വി ഗോട്ട് ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് ഓർഡർ. അതാണ് ലെഫ്റ്റ് മോസ്റ്റും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും തമ്മിലുള്ള വ്യത്യാസം. ഡെറിവേഷനിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ദ ഫൈനൽ ഔട്ട്പുട്ട് വിൽ ബി ദ സെയിം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ആംബിഗ്വിറ്റി ഇൻ ഗ്രാമർ. ആംബിഗ്വിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരേ ഒരു ഗ്രാമറിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്ങിനെ നമുക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ റിപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വി കെൻ കോൾ ദാറ്റ് ഇസ് ആംബിഗ്യസ്. ഇപ്പോൾ ഒരു ഗ്രാമർ ഇറ്റ് ഇസ് സെറ്റ് ടു ബി ആംബിഗ്യസ് ഇഫ് ദർ എക്സിസ്റ്റ് മോർ ദൻ വൺ ലെഫ്റ്റ് മോസ്റ്റ് ഓർ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിന് മോർ ദൻ വൺ പാസ് സ്ട്രിങ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിനെ ആംബിഗ്യസ് എന്നാണ് പറയുന്നത്. നമുക്ക് താഴെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ നോക്കാം. ഈ ഒരു സ്ട്രിങ്ങിനെ എനിക്ക് ഡിറൈവ് ചെയ്യണം. നമ്മൾ ആദ്യമേ എടുത്ത എക്സാമ്പിളാണിത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിനെ എനിക്ക് ഡിറൈവ് ചെയ്യാനായിട്ട് ഹാവിങ് 4 പ്രൊഡക്ഷൻസ്. ഈ 4 പ്രൊഡക്ഷൻസിൽ എനിക്ക് വേണമെന്നുണ്ട് ഇതിനെ പ്ലസ് വെച്ച് തുടങ്ങാം, സ്റ്റാർ വെച്ച് തുടങ്ങാം. സോ ഐ എം ഹാവിങ് 1 പ്രൊഡക്ഷൻ വേർ ഐ ബിഗൺ വിത്ത് പ്ലസ് ആൻഡ് ഐ എം ഹാവിങ് അനദർ പ്രൊഡക്ഷൻ ദാറ്റ് ഇസ് ബിഗിൻ വിത്ത് സ്റ്റാർ. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ if I'm beginning with plus, I'm having a different pattern. If I'm beginning with multiplication, I'm having another different pattern. But for the same string as the input. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ ഒരു ഗ്രാമറിനെ നമ്മൾ ആംബിഗ്യസ് ഗ്രാമർ എന്ന് പറയും. Check whether the given grammar is ambiguous or not. We are having 3 set of production. ഈ ഒരു സ്ട്രിങ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. സോ ലെറ്റ് us begin. ആദ്യം നമുക്ക് ഇത് വെച്ച് തുടങ്ങാം. എസ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എസ് ബി. ഈ ഒരു എസിനെ അഗൈൻ വി ക്യാൻ വാട്ട് ഇലാബറേറ്റ് എസ് ബി. ഈ ഒരു എസിനെ അഗൈൻ നമുക്ക് എപ്സിലോൺ വെച്ച് ഫിൽ ചെയ്യാം. സോ ഹാവ് ഐ റിസീവ്ഡ് മൈ ഫൈനൽ സ്ട്രിങ് എ എപ്സിലോൺ ബി കിട്ടി. ഓക്കെ, അതൊരു ഫസ്റ്റ് വേ. ഇനി അടുത്ത സെക്കൻഡ് വേ എന്തെങ്കിലും പോസിബിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. എസ് എഗെയിൻ എസ് വെച്ചിട്ട് ഞാൻ ഇലാബറേറ്റ് ചെയ്തു എസ് ബി എസ് ബി.
എ എ എസ് നമുക്ക് എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്യാം. ബി ബി ഇവിടെ ഒരു എസ് ഉണ്ട്, അതിനെ നമുക്ക് എപ്സിലോൺ വെച്ച് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ അഗെയിൻ ഗോട്ട് ദ സെയിം സ്ട്രിങ് എ എ എപ്സിലോൺ ബി ബി ആൻഡ് ഐ എം ഹാവിങ് ദിസ് സെയിം സ്ട്രിങ് ബട്ട് 2 different trees. Therefore the grammar is ambiguous. ഇങ്ങനെയാണ് ambiguous ആണോ അല്ലയോ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് യു ക്യാൻ ഡ്രോ മോർ ദൻ 1 parse tree, it means that the grammar is ambiguous.